السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, ഇന്ന് ഈ അനുഗ്രഹീത സംഗമത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും റബ്ബേ, നീ നിൻ്റെ അനുഗ്രഹം ചൊരിയണമേ എന്നാദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ തിരക്കേറിയ ബഹളമയമായ ഒരു ജീവിത രീതിയിലാണ് നാം എല്ലാവരും. അതിനിടയിൽ വീണ് കിട്ടുന്ന ഒരു അനുഗ്രഹീത നിമിഷങ്ങളാണ് വിശുദ്ധ ഖുർആൻ അതിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് ലോകത്ത് മനുഷ്യ സമൂഹങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിൽ ഏറ്റവും പവിത്രമായ പാരമ്പര്യമാണ് പ്രവാചക ശൃംഖലക്കുള്ളത്. പ്രവാചകന്മാരാണ്, അവരുടെ ശബ്ദമാണ് ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. മറ്റ് ബഹളങ്ങളുണ്ട്, തിരക്കുകളുണ്ട്, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നുണ്ട്, രാപ്പകലുകൾ മാറി മാറി വരുന്നുണ്ട്. അതോടുകൂടെ നമ്മുടെ ആയുസ് വർദ്ധിക്കുകയാണ്. കഴിഞ്ഞു പോയത് ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. വരാനിരിക്കുന്നത് എത്രയുണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ജീവിക്കുന്ന ഈ സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. നാം ഇന്നും ഇങ്ങനെയാണ് എന്ന നിലക്ക് കളിച്ച് ചിരിച്ച് ജീവിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ വയനാട്ടിലാണ് എല്ലാവരെയും സ്തബ്ധരാക്കിയ ഒരു മഹാപ്രകൃതി വിപത്ത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചത്. അതിൽ മരിച്ചുപോയ ആളുകളെ നാം മറന്നു. അന്നത്തെ അതിൻ്റെ ഗാംഭീര്യങ്ങളെല്ലാം നാം വിസ്മരിച്ചു. അതിൻ്റെ കെടുതികൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം ആ സംഭവം മറന്നുപോയി. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ മറന്നു. അവിടെ മരിച്ചുപോയവരെ നാം വിസ്മരിച്ചു. അവരിന്ന് എങ്ങനെ ഭാവി, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ബാക്കിയുള്ള അവശേഷിച്ച ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. എല്ലാവരും മറന്നു. അത് ഉത്തരവാദിത്തപ്പെട്ടവരടക്കം മറന്നു. അവരെ പരിചരിക്കേണ്ട ആളുകൾ വിസ്മരിച്ചു. ഇതൊരു പ്രകൃതി സ്വഭാവമാണ്. ഓരോ നിമിഷവും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ അത് കഴിഞ്ഞു പോയതിന് ശേഷം ദുഃഖിക്കുകയാണ്. എന്താണ് ആ വിലാപം കൊണ്ട് കാര്യമുള്ളത്? വിലപിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതെല്ലാം അറിയാവുന്ന ജനങ്ങളാണ് ഈ ഭൗതികതയുടെ സമ്മർദ്ദങ്ങളിൽ എല്ലാം മറന്നു ജീവിക്കുന്നത്. എത്ര നിമിഷം ഇനി നമ്മുടെ മുന്നിലുണ്ട്
എന്നറിയാൻ പറ്റുന്ന ഒരാളും ഈ സദസ്സിലില്ല. അടുത്ത ഒരു വെളിച്ചം നാം സംഘടിപ്പിക്കുമ്പോൾ അതിലാരെല്ലാം മരിച്ചു, ആരെല്ലാം പങ്കെടുക്കുമെന്നും അതിനു മുമ്പ് ആരെല്ലാം ഈ ഇടക്കാലത്ത് മരിച്ചു പോകുമെന്നും നമുക്കറിഞ്ഞുകൂടാ. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ചിന്തിപ്പിക്കുന്നത്. സാധാരണ ഭൗതികമായ സാഹചര്യത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നാം ഭൗതികതയുടെ സുഖലോലുപതയിൽ അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണങ്ങളിൽ മുഴുകി നിൽക്കുകയാണ്. സ്വാഭാവികമായി അതിൻ്റെ ഇടയിൽ ഓർമ്മപ്പെടുത്തലുകൾ വേണം. ഓർമ്മപ്പെടുത്തലില്ലാത്ത ഒരു സദസ്സും വിജയിക്കുകയില്ല, ഒരു സമൂഹവും വിജയിക്കുകയില്ല, ഒരു കുടുംബവും രക്ഷപ്പെടുകയില്ല, ഒരു വീടും സമാധാനപൂർണമാവുകയില്ല. അവിടെയെല്ലാം ഫൽതകും മിൻകും ഉമ്മത്തുൻ, ഒരു വിഭാഗം ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായി ജനിക്കണം, ഉണ്ടാകണം, വളരണം, അവരുടെ സാന്നിധ്യം ഉണ്ടാകണം, അവർ അംഗീകരിക്കപ്പെടണം, അവരുടെ ശബ്ദങ്ങളെ കാതോർക്കണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ രക്ഷപ്പെടാൻ സാധിക്കൂ. നാം ജീവിക്കുന്ന നമ്മുടെ വീട് മുതൽക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ശക്തികൾ ഉണ്ടാകണം. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഫലം ചെയ്യുന്ന, അതിൻ്റെ പ്രതികരണമുണ്ടാകുന്ന, പരിവർത്തനമുണ്ടാകുന്ന ഉപദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കണം. ഒരു ഉപദേശം ലഭിക്കാത്ത സമൂഹം വളരുകയില്ല. അവർ തെറ്റിൽ തന്നെ നിലനിൽക്കും. ആ തെറ്റുകളെ തിരുത്താൻ ഈ ഉപദേശങ്ങളുടെ സാന്നിധ്യമാണ് ആവശ്യമായിട്ടുള്ളത്. ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ, ആ മനുഷ്യനോട് ഉപദേശിക്കാൻ ആരുമില്ല. അദ്ദേഹത്തെ ഇങ്ങോട്ട് സൃഷ്ടിച്ച് വിടുകയല്ല അല്ലാഹു തആല ചെയ്തത്. അല്ലമ ആദം അൽ ഇസ്മാഅ കുല്ലഹ, ആ ആദം എന്ന് പറയുന്ന ഒന്നാമത്തെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല തെര്യപ്പെടുത്തി ഓർമ്മപ്പെടുത്തി. അതാണ് ദിക്ർ, അതാണ് ഓർമ്മപ്പെടുത്തലുകൾ. ഭാവിയിലെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതിൽ മാർഗദർശനം ദൈവിക നിർദ്ദേശങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നു. അതെന്താണ് എന്ന് വിവരിച്ചു കൊടുക്കുന്നു. ഖൈറിൻ്റെ പാത ഏതാണ്, ശർറിൻ്റെ മാർഗം ഏതാണ് എന്ന് വിവേചിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഒന്നാമത്തെ മനുഷ്യനെ തന്നെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് മക്കളുടെ മക്കൾ, അങ്ങനെ മനുഷ്യ തലമുറ ഈ ദീർഘമായ സഞ്ചാരത്തിലൂടെ വർദ്ധിക്കുകയാണ്. അല്ലാതെ മറ്റൊരു ജീവി പരിവർത്തിച്ച് മനുഷ്യനായി മാറിയതല്ല. അതൊരു വിഡ്ഢിത്തം. ശാസ്ത്രം സമൂഹത്തിൻ്റെ മുന്നിൽ പരിഹാരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ അന്ധവിശ്വാസം ചേർത്തിയതാണ്. പരിണാമത്തിലൂടെ മനുഷ്യൻ ഈ രൂപത്തിലെത്തിയതാണ് എന്നുള്ളത് ഒരിക്കലുമല്ല. ഒന്നാമത്തെ മനുഷ്യനും നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ പോലെ പഞ്ചേന്ദ്രിയങ്ങൾ നൽകി അതിലൂടെ ജീവിതം നയിക്കാൻ അവന് സാധിച്ചവൻ ഉൾക്കൊണ്ടു. അവനെ നിരന്തരമായി ഓർമ്മപ്പെടുത്തി തലമുറകളിലൂടെ അത് കൈമാറി പ്രവാചകന്മാർ വന്നു. ഏറ്റവും അവസാന പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അവർ അന്ത്യപ്രവാചകനാണ്. ലോകം അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നതിൻ്റെ തെളിവ് തന്നെ അതാണ്. അധികമൊന്നും കാലമില്ല ഇനി നമ്മുടെ മുന്നിൽ. അതൊരു വസ്തുതയാണ്. ഇതിൽ മുഴുകി ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നാണ്. എനിക്ക് ശേഷം ഇനി പ്രവാചകനില്ല എന്ന പ്രഖ്യാപനം, ലാ നബിയ്യ ബഅദി എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ലോകം അതിൽ നിന്ന് മനസ്സിലാക്കി അധികമൊന്നും കാലം ഈ പ്രപഞ്ചത്തിന് ഉണ്ടാവുകയില്ല. അത് നാശത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കത് തൊട്ടറിവിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ആ അന്ത്യപ്രവാചകൻ
പോയതിന് ശേഷവും 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. 2 പ്രവാചകന്മാരുടെ ഇടവേളയിൽ ഇത്ര ദീർഘമായ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നാം തിരിച്ചറിവുണ്ടാകണം എന്നാണ് ലോകാവസാനം. അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രം തന്നെ ഒരു വലിയ കൂട്ടിയിടിക്കൽ, തകരൽ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലും പ്രവാചക നിർദ്ദേശങ്ങൾ, ദൈവികമായ സന്ദേശങ്ങൾ നമുക്ക് വെളിച്ചം നൽകണം. ആ വെളിച്ചമാണ് ഖുർആൻ. അതാണ് നമുക്ക് മാർഗദർശനം നൽകുന്നത്. പിശാച് ആദ്യമായി ചെയ്തത് ഈ വിശുദ്ധ ഖുർആൻ തൊടാൻ പാടില്ല. അത് വളരെ നല്ലതാണ് അവർ ഉപദേശിച്ചത്. ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ് എന്നൊക്കെ ഉള്ളിലൊതുക്കി ആ ബഹുമാനവും ആദരവും അത് തൊടാൻ പോലും പാടില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു. പിശാചർ അങ്ങനെയാണ്. ഞാനെങ്ങനെ വഴിപിഴപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ്റെ ദൗത്യ നിർവഹണം ആരംഭിച്ചത്. ഖുർആൻ ഒരു സൂക്തം ഒരു മനുഷ്യൻ പഠിച്ചാൽ അവന് ഹിദായത്ത് ലഭിക്കുകയാണ്, അവർക്ക് മാർഗദർശനം ലഭിക്കുകയാണ്. ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയുകയാണ്. ഏതാണ് നല്ലത്, തീയത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ തിരിച്ചറിവുണ്ടാക്കുകയാണ്. ആ തിരിച്ചറിവിന് അവനെ സാധിക്കാതെ അവനെ ഖുർആനിൽ നിന്ന് അകറ്റാനാണ് ഇബ്ലീസ് ശ്രമിച്ചത്. ആ ഇബ്ലീസിൻ്റെ സ്വാധീനമാണ് ലോകത്ത് നിറഞ്ഞു നിന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഏറ്റവും സജീവമായി തലമുറകളിലൂടെ മുസ്ലിമീങ്ങൾ നിലനിന്ന പ്രദേശമാണിവിടെ. നമ്മുടെ നാട്, നമ്മുടെ കേരളം പ്രവാചകന്റെ കാലത്ത് ഈ ദഅവത്തെത്തിയ പ്രദേശമാണ്. ഖുലഫാഉൽ അർബയുടെ 3 പതിറ്റാണ്ട് കാലം അന്ന് സഹാബികളുടെ വരവ് കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ് നമ്മുടെ പ്രദേശം. അന്ന് ഇസ്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് വരെ അത് നിലനിൽക്കുന്നു. വലിയ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ ഖുർആൻ അറിയുന്നവർ എത്ര പേരുണ്ട്? ഖുർആനിലൂടെയാണ് വിശ്വാസികൾ അവരുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. നബിയുടെ നാവിൽ നിന്ന് കേട്ട വിശുദ്ധ ഖുർആൻ, ജിബ്രീലിലൂടെ അല്ലാഹു തആല അയച്ചു കൊടുത്ത ദിവ്യ സൂക്തങ്ങൾ, അതാണ് ഇവിടെ പരിവർത്തനമുണ്ടാക്കിയത്. അതിൽ നിന്ന് മാറി ഇനി എന്തൊരു ഉപദേശവും സംഘടിപ്പിച്ചിട്ട് കാര്യമില്ല. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞത് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കും നിങ്ങൾ മടക്കുക. നിങ്ങളുടെ ഭിന്നതകളെ, നിങ്ങളുടെ സംശയങ്ങളെ, നിങ്ങളുടെ പ്രതിസന്ധികളെ എല്ലാം പരിഹരിക്കാനുള്ള മാർഗം അത് ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആൻ വായിക്കാൻ പോലും നിബന്ധനകൾ വെച്ചു. ആ ഖുർആൻ തൊടാൻ നിബന്ധനകൾ വെച്ചു. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ എന്ന ഖുർആൻ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അത് തൊടാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തിനും മാർഗനിർദ്ദേശം നൽകേണ്ടത്, എന്തിനും അഭയമായി കാണേണ്ടത്, എപ്പോഴും നാം കൂടെ കൊണ്ടു നടക്കേണ്ടത് പവിത്രമായ ഖുർആനാണ്. ആ ഖുർആൻ തൊടണമെങ്കിൽ നിങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകന്റെ സമൂഹത്തിൽ നമുക്ക് അനുഭവം കിട്ടിയിട്ടുണ്ടോ? മുശ്രിക്കുകളായ പ്രവർത്തനത്തിലും മനസ്സിലും ശിർക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് പ്രവാചകനെ ഖുർആനുമായി അല്ലാഹു തആല അയക്കുന്നത്. തൻ്റെ കുടുംബത്തോടാണ് ഉപദേശിക്കാൻ ആദ്യം പറഞ്ഞത്, തൻ്റെ അടുത്തവരോടാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ പോയി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വരിക, എന്നിട്ടേ ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ, തൊടാൻ പറ്റുകയുള്ളൂ
എന്ന് പ്രവാചകൻ പറഞ്ഞു. മനസ്സിൽ നിന്ന് നാവിൽ നിന്ന് മനസ്സിലേക്ക് ആ ഖുർആൻ്റെ സഞ്ചാരം. ഒറ്റ ഖുർആൻ ആയത്ത് കേട്ടപ്പോൾ പരിവർത്തനം വന്ന് നബിയെ വധിക്കാൻ വന്ന വളരെ ശക്തനായ ഉമർ വഴിയിൽ സഹോദരിയുടെ വീട്ടിൽ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നു. എന്തൊരു മാറ്റമാണുണ്ടായത്! പെട്ടെന്ന് മാറ്റമുണ്ടാകുന്നു. അവൾ ഹൃദയങ്ങൾ കിടിലം കൊള്ളുന്നു. എല്ലാം ഞെട്ടിവിറച്ച് നിൽക്കുന്നു. കഴിഞ്ഞുപോയ ജീവിത രീതിയിൽ എല്ലാം നിരാശപ്പെട്ടുകൊണ്ട് കൈയൊഴിക്കുന്നു. ഭാവിയിൽ പ്രതീക്ഷിക്കുന്നു. ആ ഭാവി തന്നെ പരലോകത്തേക്ക് കടക്കുന്നു. മരണാനന്തരമുള്ള ജീവിതമാണ് ശാശ്വതം എന്ന് മനസ്സിലാക്കുന്നു. ആ വിജയത്തിന് വേണ്ടി ഇവിടെ ചില സുഖങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഏകനായ റബ്ബിനെ അംഗീകരിക്കണം. ഏതൊരു പ്രതിസന്ധിയിലും അവനിൽ തവക്കുലാക്കണം. അങ്ങനെ ജീവിച്ചാലേ മോക്ഷം ലഭിക്കൂ എന്ന ദിവ്യ സന്ദേശം കേൾക്കാനിടയായപ്പോൾ നബിയെ വധിക്കാൻ വന്ന ഉമർ ബിനുൽ ഖത്താബ്, അദ്ദേഹത്തിന് മാറ്റമുണ്ടായി. ലോകത്തെ ഏറ്റവും മാതൃക, പ്രവാചകന് ശേഷം സഹാബത്തിൽ ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിച്ച ഖലീഫ ഉമറിനെ പിന്നീട് നാം കാണുന്നു. എന്തേ ഈ മാറ്റങ്ങൾ ഉണ്ടായത്? തൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കേട്ട ഖുർആൻ വചനങ്ങളാണ് അതിൻ്റെ തുടക്കം. അദ്ദേഹത്തിൻ്റെ ഊരിയ വാൾ പ്രവാചകന്റെ തലയെടുക്കാനാണ് പുറപ്പെട്ടത്. അത്ര പോക്കിരിയായിരുന്നു. ആ വാള് ഉറയിൽ പ്രവാചകന്റെ സമിതിയിലേക്ക് പിന്നീട് കടന്നു വന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നബിയോടൊപ്പം ചേരുന്ന ശക്തനായ ഉമർ ബിൻ ഖത്താബിനെ, ഉമറുൽ ഫാറൂഖിനെ നിങ്ങൾ ഓർക്കുക. ഖുർആൻ കേട്ടാലുണ്ടാകുന്ന മാറ്റം അതാണ്. ഖുർആനുള്ള ആ ശക്തി നിങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കാൻ വിചാരിച്ചാലും സാധിക്കുകയില്ല. ആ ഖുർആൻ്റെ ഒരക്ഷരം പോലും പഠിക്കാത്ത, പഠിപ്പിക്കാത്ത, ഖുർആൻ തൊടണമെങ്കിൽ പോലും കുളിച്ച് വരേണ്ട, അല്ലെങ്കിൽ കൈകാലുകൾ കഴുകി വരേണ്ട നിബന്ധനകളും ഉപാധികളും വെച്ച് ഒരമുസ്ലിമിന് ഖുർആൻ കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് വരെ സമൂഹത്തിൽ പഠിപ്പിച്ച് ഇന്ന് എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് നമ്മുടെ സമുദായത്തിൽ വന്നിരിക്കുന്നത്. ഖുർആൻ കാണാത്തവരാണ് ഇവിടുത്തെ അമുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷവും. ആ ഗ്രന്ഥം പോലും കാരണം കാണിച്ചു കൊടുക്കുകയില്ല. കണ്ണു പൊട്ടിപ്പോകുമെന്നാണ് നമ്മുടെ കുട്ടികൾ അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്ത് തന്നെ ഖുർആൻ അമുസ്ലിമീങ്ങൾക്ക് തൊടാൻ പാടില്ല, അത് വായിച്ചാൽ കണ്ണു പൊട്ടിപ്പോകും. ഇങ്ങനെ സമൂഹത്തിൽ അതിൻ്റെ സാന്നിധ്യത്തെ പാടെ ഉന്മൂലനം ചെയ്യാൻ ഖുറാഫാത്തിൻ്റെ ശക്തമായ സ്വാധീനം ലോകത്ത് വരുത്തിയതാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ മൂല്യച്യുതികൾക്കും കാരണമെന്ന് നാം മനസ്സിലാക്കണം. നേരെ മറിച്ച് പ്രവാചകന്റെ കാലത്ത് നിങ്ങൾ ഓർക്കണം, വെറും ചുരുങ്ങിയ കാലം, 10 വർഷം. നമ്മളൊക്കെ എത്ര വർഷമായി ഇതിലേക്ക് ചേർന്നിട്ട്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? നമ്മൾ മുഖേന ആരാണ് ഹിദായത്തിലേക്ക് വന്നത്? ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഒരുപക്ഷെ അവസാനമായി എന്നിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായിരിക്കാം ഇത്. നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളിതിലേക്ക് വന്നു, രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്, നിങ്ങൾ മുഖേന ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതാണ് ദഅവത്ത്. നിങ്ങൾ മുഖേന ആർക്കെങ്കിലും ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യ ഇപ്പോഴും ശിർക്കിലും ബിദ്അത്തിലുമാണോ? നിങ്ങളുടെ ഉമ്മ അങ്ങനെയാണോ ജീവിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ ദഅവത്ത് വീട്ടിൽ നിന്ന് ആരംഭിക്കണം. അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ രക്തബന്ധമുള്ള ആളുകളെയാണ് ആദ്യമായി നീ മുന്നറിയിപ്പ് നൽകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു അനുഭവം നിങ്ങൾ നോക്കുക. തൻ്റെ ഏറ്റവും സംരക്ഷിച്ച, തൻ്റെ ശത്രുക്കളിൽ നിന്ന് കാവൽ നിന്ന മഹാനായ അബൂ താലിബ്, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത്
എന്തുമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കട്ടെ എന്ന് നബി ആഗ്രഹിച്ചു. നബി വിടാതെ അവിടെ തന്നെ നിന്നു. നബി കേൾപ്പിച്ചു, സമ്മർദ്ദം ചെലുത്തി, കൂട്ടാക്കിയില്ല. വീണ്ടും വീണ്ടും തൻ്റെ മൂത്താപ്പയോടുള്ള സ്നേഹം, എല്ലാവരും എന്നെ അകറ്റിയപ്പോൾ, ആട്ടിയോടിച്ചപ്പോൾ അഭയം നൽകിയ എൻ്റെ മൂത്താപ്പ. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന നബിക്ക്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹു യഹ്ദീ മൻ യശാ, നിനക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിൽ കൊണ്ടുവരാൻ നിനക്ക് സാധ്യമല്ല, നിനക്ക് കഴിയില്ല, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതിൽ വേണം എന്ന മൂല്യവത്തായ ഖുർആൻ വാക്യം കേൾപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. നബി കാണിച്ച വികാരം, ആ ഒരു ആഗ്രഹം, ആ ഒരു പ്രാർത്ഥന, തൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പ മുഅ്മിനായി മുവഹിദായി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വന്ന് മരിക്കണം റബ്ബേ എന്ന പ്രാർത്ഥന, അത് നമുക്കുണ്ടോ? നമ്മുടെ ഭാര്യ ഖുറാഫാത്തും ശിർക്കും പറയുമ്പോൾ അവളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന ആദ്യ ചിന്ത ഭർത്താവിനാണ് ഉണ്ടാകേണ്ടത്. തൻ്റെ ഭർത്താവ് വഴിപിഴച്ചു പോകുന്നു എന്ന് കാണുന്ന തൊട്ടറിവുള്ള ഭാര്യ ദൈവത്തിലെ ഒന്നാമത്തെ ദൗത്യം ആ ഭർത്താവിനെ നേർവഴിക്ക് കൊണ്ടുവന്നവരാണ്. എനിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട ദീർഘകാലം, ഞാനൊരു അല്പകാലം മാത്രമേ ഖുറാഫാത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരു പഠിക്കുന്ന കാലം, 20 വയസ്സ് വരെയുള്ള ഒരു കാലം മാത്രമാണ് പൂർണ്ണമായ ഒരു ഖുറാഫാത്തിലെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എനിക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ ഓർക്കാവുന്ന ഒരു സത്യമുണ്ട്. കുടുംബത്തിൽ ഒരാളും മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. ആ പ്രദേശത്ത് മുവഹിദുകൾ ഉണ്ടായിരുന്നില്ല. അവിടെ തരീഖത്തിൻ്റെ സ്വാധീനമായിരുന്നു. അവിടെ എല്ലാ അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സഹോദരിയുടെ രോഗശമനത്തിന് വേണ്ടി എൻ്റെ വീട്ടിൽ നടന്ന ഒരു ഹോമം ഇന്നും ഞാൻ ഓർക്കുകയാണ്. ഒരാമുസ്ലിം പൂജാരിയും ഇന്ന് നമ്മുടെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഖലീൽ തങ്ങളുടെ പിതാവ്, ഖലീൽ തങ്ങൾ ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മന്ത്രവും ഇത് രണ്ടും കൂടിച്ചേർന്ന ശിർക്ക് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഹോമപ്രവർത്തനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ ഹോമക്രിയ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളർന്ന എൻ്റെ കുടുംബം, എൻ്റെ നാട്, അത് ഞാൻ ഓർക്കുന്നു 958 ആ കാലഘട്ടം ഒരു തരീഖത്തിൻ്റെ അനുയായിയായ എൻ്റെ പിതാവ് മരിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടി കാതോർക്കുന്ന, നിരന്തരമായി അതിനു വേണ്ടി ജീവിതം പരിവർത്തിപ്പിച്ച ഒരു കൃതജ്ഞത എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത് അതാണ്. അതുപോലെ ഉമ്മ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും എത്രത്തോളം എന്നറിയാമോ? എൻ്റെ ഉമ്മയെല്ലാം അവസാനം മരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച, മരിക്കുന്ന തൊട്ടടുത്ത് വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകാൻ കഴിയാത്ത ഒരവസരത്തിൽ വീട്ടിൻ്റെ പടിഞ്ഞാറേ ചരുവിൽ അവിടെ കസാലയിട്ട് ഇരുന്നു കൊണ്ട് പള്ളിയിലെ ഖുത്ബ കേൾക്കുമായിരുന്നു. അത്ര ആഗ്രഹമായി. ആ ഒരവസ്ഥയിൽ മാതാപിതാക്കളും സഹോദരന്മാരും നാട്ടിൽ ഭൂരിപക്ഷം നേടിയതും KC അബൂബക്കർ മൗലവിയുടെ ഭാഷയിൽ ഇബ്ലീസ് പരാജയപ്പെട്ട ഒരു മഹലാണ് ഞങ്ങളുടെ മഹൽ കടലുണ്ടി എന്ന് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖുത്ബ നിർവഹിച്ചിരുന്നത് അവിടെ ഒരു ദീർഘകാലം. അദ്ദേഹം പറഞ്ഞു, എപ്പോഴും പറയും, ഇബ്ലീസ് പരാജയപ്പെട്ട ചുരുക്കം ചില മഹലുകൾ അതിലൊന്നാണിത്. അങ്ങനെ ഭൂരിപക്ഷം നേടി ആ മഹല് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കൂടെ വന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചെയ്ത പുണ്യം അതാണ് എന്നെനിക്ക് തോന്നുന്നു.
നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഇതാണ്. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ഹിദായത്ത് നൽകിയ ഗ്രന്ഥമാണത്. ആ നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസുകൾ ഉണ്ടാകണം. മറ്റെന്ത് പുരോഗതിയും നിങ്ങൾ വിമർശിച്ച കാര്യമില്ല. ഇതിൻ്റെ പഠന പ്രക്രിയ അവിടെ നിലനിൽക്കണം. ഇബ്ലീസ് ഒഴിഞ്ഞു പോകും ആ നാട്ടിൽ നിന്ന്. ഖുർആൻ പഠനം നിരന്തരമായി നടത്തണം. അത് പഠിച്ചോ ഇല്ലയോ, ഉൾക്കൊണ്ടോ ഇല്ലയോ, എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ പ്രതീക്ഷയുള്ള യുവാക്കൾ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട് ആയിരക്കണക്കിനുള്ള യുവാക്കൾ ഈ ഉള്ളിലുള്ള ഒരു പ്രദേശത്തേക്ക് ഖുർആനിൻ്റെ ശബ്ദം കേൾക്കാൻ, അതിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടാൻ അവർ കുടുംബമായി കയറി വരുന്നത് ഞാൻ ചുരം മുതൽക്ക് കണ്ടുകൊണ്ടാണ് ഈ വരുന്നത്. എന്തൊരു സുന്ദരം നയനമോഹനമായ ഒരു അനുഭവമാണിത്. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടുമല്ലാതെ ഒരു ജനതയെ സംസ്കരിക്കാൻ സാധ്യമല്ല. അത് കേൾപ്പിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഉൾക്കാതിലെ തിരക്കേറിയ തെരുവീതിയിൽ വലിയ പ്രശസ്തമായ അറബി രാജ്യത്തെ ഒരു ചന്തയായിരുന്നു ഉൾക്കാത് എന്ന് പറയുന്ന മക്കയിലെ ചന്ത. ദീർഘ സ്ഥലങ്ങളിൽ നിന്ന്, സിറിയയിൽ നിന്ന് പോലും ജനങ്ങൾ അവിടെ വരുമായിരുന്നു. അവരുടെ ജീവിതോപാധികൾ, ഭക്ഷണ വിഭവങ്ങൾ എല്ലാം ശേഖരിക്കുന്ന ശബ്ദമുഖരിതമായ ബഹളമയമായ ഉൾക്കാതിൽ പ്രവാചകന്റെ ശബ്ദം അവർ തിരിച്ചറിഞ്ഞു. അന്ന് ഈ നിലക്കുള്ള ഉപകരണങ്ങളില്ല. ആ ബഹളത്തിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവാചകൻ ഉരുവിട്ടു. എന്താണ് അസാധാരണമായ ഈ ശബ്ദം? ഒരുപാട് ഇലാഹുകളെ ആരാധിച്ചു കൊണ്ടിരുന്ന ആ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ഇലാഹുമില്ല, അല്ലാഹ് ഒഴികെ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ശബ്ദം മുറിച്ചു കടന്ന്, ഈ ബഹളത്തെ മുറിച്ചു കടന്ന് അവരുടെ കാതിൽ വന്നെത്തി. അന്ന് അവിടെ വെച്ച് കേട്ട് പ്രവാചകന്റെ അരികെ വന്ന് തുടർ സംഭാഷണങ്ങൾ നടത്തി ബൈഅത്ത് ചെയ്ത മഹാന്മാരായ ആളുകളാണ് പ്രവാചകന്റെ മദീനയിലേക്ക് ഹിജറക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയത്. അത് നമ്മുടെ പ്രബോധനത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. ആയുധം ഖുർആനാണ്. ആ ഖുർആൻ അവർ കേട്ടതാണ്. ഇന്ന് നിങ്ങൾ എവിടെ വെച്ച് ഖുർആൻ ഓതിക്കോളൂ, ആ ഓതൽ കേൾക്കുന്നതോടുകൂടെ ഒരിക്കലും ഹിദായത്തുണ്ടാവുകയില്ല. ആ ഖുർആനെ പഠിപ്പിക്കണം, അതിൻ്റെ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. നമ്മളുടെ പ്രവർത്തനം, ഒരു നൂറ്റാണ്ട് കാലത്ത് നമ്മുടെ പ്രവർത്തനം ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. ഇനിയും എത്ര ആളുകൾക്ക് ഖുർആൻ അറിയാം? ഖുർആൻ പഠിക്കാതെ, മനസ്സിലാക്കാതെ ഒരാളും ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ പറ്റുകയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റേതടക്കമുള്ള ശബ്ദം അവസാനമായി ഖുർആനെ കുറിച്ചാവട്ടെ എന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. ആ ഖുർആൻ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം, അതിലെ യുവാക്കൾ, ഇന്നത്തെ ചുറ്റുഭാഗം നിങ്ങൾ നോക്കൂ. തിന്മ ചെയ്യാൻ ഹിജാബ് ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ വളർന്നു വരുന്നത്. ഹിന്ദു കുട്ടികൾ, മുസ്ലിങ്ങളല്ലാത്ത പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ അപമാനിക്കാൻ മുസ്ലിം കൂട്ടങ്ങളായി തെറ്റിദ്ധരിപ്പിക്കുന്ന വികലമായ, വികൃതമായ ഒരു സമകാലീന സ്വഭാവം നിലനിൽക്കുന്ന കാലഘട്ടമാണിത്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പർദ്ദ ധരിച്ച് അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച് നടക്കുന്നവർ മുഴുവൻ മുസ്ലിങ്ങളാണ്. അതോ തിന്മ ചെയ്ത് മാതൃക സൃഷ്ടിക്കാൻ വേണ്ടി കൃത്രിമമായി എക്സ് മുസ്ലിമെന്നും യുക്തിവാദിയെന്നും പല പേരും പറഞ്ഞുകൊണ്ട് എല്ലാ ഭൗതിക സഹായത്തോടുകൂടെ സംഘടിതമായി നമ്മുടെ സമൂഹത്തിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള നിരീശ്വരവാദികളാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരാരാണ്? വലിയ ബിരുദങ്ങളും
വലിയ സ്ഥാപനങ്ങളും തിരഞ്ഞെടുത്ത് അഭിമാനം കൊള്ളാൻ മാത്രമല്ല, ഈ കുട്ടി എങ്ങനെ പഠിക്കുന്നു, എന്തു പഠിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ അഭാവത്തിൽ ആ കുട്ടിയെ വഴിപഴിപ്പിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും ക്യാമ്പസിലുണ്ട്. അവിടെ സ്വതന്ത്രമായി വിഹരിക്കാവുന്നതാണ്. അവിടെ യാതൊരു ഹിജാബുമില്ല. അവിടെ നിയമങ്ങൾ എല്ലാം തുറന്ന്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഒരാൾ വിവാഹം കഴിക്കണമെങ്കിൽ 21 വയസ്സാകണം പെൺകുട്ടിക്ക്. നോക്കും നിങ്ങൾ. അതേ അവസരത്തിൽ ഒരു ഹോസ്റ്റലിൽ ഒരാണും പെണ്ണും സമ്മതത്തോടെ താമസിക്കാൻ 16 വയസ്സായാൽ മതി. ഇവിടുത്തെ നിയമമാണത്. എത്ര ഭയാനകമാണത്! സ്വതന്ത്രമായ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ താമസിക്കുന്നതിനും കൂടെ ജീവിക്കുന്നതിനും 16 വയസ്സ് മതി. നേരെ മറിച്ച് വിവാഹം അനുവദനീയമായ നിലക്ക് വിവാഹം കഴിച്ചൊരു കുടുംബജീവിതം നയിക്കാൻ 21 ആകണം. അതിഞ്ഞും വർദ്ധിപ്പിക്കണമെന്നാണ്. ഇന്നലെ ഞാനൊരു പരസ്യം കണ്ടു, 51 വയസ്സ് ആദ്യ വിവാഹം എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം. 51 വയസ്സ് വരെ ഇവനെ എവിടെയിരുന്നു? വിവാഹം നീട്ടിവെക്കൽ ഫാഷനാണ്, കുട്ടികളെ എണ്ണം കുറക്കൽ ഫാഷനാണ്. അതൊക്കെ വേറെ വിഷയങ്ങളാണ്, ഞാനതിലേക്ക് പോകുന്നില്ല. നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ചില സൂചനകൾ നൽകിയതാണ്. അതുമാത്രവുമല്ല, നമ്മളെല്ലാം യാത്ര അവസാനിപ്പിക്കാറായിരിക്കുന്നു. ഈ ഒരു ചിന്തയും ബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധ ഖുർആന് ഈ വെളിച്ചം, ആ 100 സമാവാതി വല്ലർദ്, ആകാശഭൂമികൾക്ക് വെളിച്ചം നൽകുന്ന ഈ ദൈവവാക്യങ്ങൾ, അത് നാം പഠിക്കണം, നാം മറ്റുള്ളവരെ പഠിപ്പിക്കണം. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ഒരാളെങ്കിലും നീ മുഖേന ഹിദായത്തിലേക്ക് വരുന്നതാണ്. ഇത് നാം മറക്കരുത്. ഓരോ മുജാഹിദ് പ്രവർത്തകനും പ്രവർത്തകയും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഓർക്കുക, ഞാൻ രക്ഷപ്പെട്ടു. വിശ്വാസത്തിൽ, ആചാരത്തിൽ തിന്മ ചെയ്തിട്ടില്ല എന്നല്ല, അഭിമാനപൂർവ്വം ഓർക്കണം. ഞാൻ മുഖേന ആരെങ്കിലും ഹിദായത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഓരോരുത്തരും അത് ചിന്തിക്കുക. ആദ്യം കുടുംബത്തിൽ തുടങ്ങുക, അയൽപക്കം തുടങ്ങുക, സ്നേഹിതന്മാരിൽ ദായിയായി മാറുക, പ്രബോധകനായി മാറുക. നമ്മൾ ജീവിക്കുന്നതോടൊപ്പം നമ്മൾ ഓരോരുത്തരും പ്രബോധകരായി മാറുക എന്നതാണ് ഖുർആന്റെ വെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കുന്നത്. നമ്മിലേക്ക് ആ പ്രകാശം ചൊരിയുന്നതോടുകൂടെ ആ പ്രകാശം മറ്റുള്ളവർക്കും നൽകാൻ നാം തയ്യാറാകണം. വളരെ അർത്ഥവത്തായ നാമത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സ് ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ടത്ര സൗകര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്തായിരുന്നാലും നമ്മുടെ ചെറുപ്പക്കാർ അവർ നടത്തിയ ഈ ശ്രമത്തിൻ്റെ ഫലമായി ഖുർആൻ കേൾക്കാനും ഖുർആൻ മനസ്സിലാക്കാനും ലഭിക്കുന്ന ഈ അവസരങ്ങൾ അനുഗ്രഹീതമാണ്, ധന്യമാണ്, പുണ്യമാണ്. ഇതിൻ്റെ വളരെ ഉദാത്തമായ സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ഖുർആനിൻ്റെ വെളിച്ചം, ഖുർആൻ കാണാതെ പഠിക്കുന്ന ഹൃദയസ്ഥമാക്കുന്നതിൽ, ഖുർആൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ, ഖുർആൻ മനസ്സിലാക്കുന്നതിൽ എല്ലാം ജീവിതത്തിൽ സമയം കാണുകയും അതനുസരിച്ച് ജീവിതത്തെ പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.